ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കൗവായി ബോട്ട് ടെർമിനൽ ആണ്. മനോഹരമായ കായൽ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു ബോട്ട് ടെർമിനൽ ഇവിടെ ഉണ്ടായിട്ടും അധികം ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല. 2023 ഒക്ടോബർ 29 ടി.എ. മധുസൂദനൻ MLA നാട്ടിന് വേണ്ടി ഈ ബോട്ട് ടെർമിനൽ സമർപ്പിച്ചു. 7 പുഴകൾ ചേരുന്ന കൗവായി കായലിന് 37 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ചെറുദ്വീപുകളും കണ്ടൽ കാടുകളും കൗവായി ബീച്ചും കണ്ട് ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട്, കയാക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഓളപ്പരപ്പുകളെ തൊട്ട് പറന്നുയരുന്ന പക്ഷിക്കൂട്ടങ്ങൾ, ചെറുതും വലുതുമായ പച്ചത്തുരുത്തുകൾ, കടലും കായലും ചെറുദ്വീപുകളും ചേർന്നൊരുക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ, ഉത്തര മലബാറിലെ സുപ്രധാന ജലസംഭരണിയായ കൗവായി കായൽ കാഴ്ചകൾ ആസ്വദിക്കാൻ നിങ്ങൾ ഇവിടെ തന്നെ വരണം. ഈ കായലിൻ്റെ ഭംഗി നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും ദർശിക്കാൻ പറ്റുമോ എന്നറിയില്ല. 7 നദികളുടെ സമാഗമവും കടലും കായലും എല്ലാം സമാഗമിക്കുന്ന ഈ സുന്ദരമായ സ്ഥലം നിങ്ങൾക്ക് വലിയൊരു അനുഭവം തന്നെ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ കായലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾക്ക് സ്പീഡ് ബോട്ടുകളുണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്, സാധാരണ തോണികളും ഉണ്ട്. 2 ഹൗസ് ബോട്ടുകൾക്കായി 2 ബോട്ട് ജെട്ടിയുണ്ട്. 90 മീറ്റർ നീളത്തിലുള്ള നടപ്പാതയും ഉണ്ട്. വേലിയിറക്ക സമയങ്ങളിൽ ബോട്ടുകൾ അടുപ്പിക്കാവുന്ന രീതിയിൽ 4 തട്ടുകളായാണ് ജെട്ടികൾ നിർമ്മിച്ചത്. ഓട് മേഞ്ഞ മേൽക്കൂര, കരിങ്കൽ പാകിയ നടപ്പാത, കരിങ്കല്ലിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ, സോളാർ ലൈറ്റുകൾ എന്നിവയും നടപ്പാതയോട് ചേർന്ന് കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ വ്യൂ പോയിന്റുകളും ഉണ്ട്. കായൽക്കരയിലെ നടപ്പാത ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ നട്ടുച്ച സമയത്തും നല്ല തിരക്കാണ്. ഒപ്പം കമിതാക്കളെയും കാണാം. ഇവിടെ ഇരുന്ന് ദൂരെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഒരു വല്ലാത്ത ഒരു സുഖം തന്നെയാണ്. ഈ ടെർമിനലിൽ മുന്നിലുള്ള കാഴ്ചകൾ കണ്ട് എത്ര നേരം ചെലവഴിച്ചാലും മടുക്കാത്ത അനുഭവങ്ങളാണ്. വിസ്താരമായ കായൽ പരപ്പ്, തലങ്ങനെയും വിലങ്ങനെയും ചീറിപ്പായുന്ന സ്പീഡ് ബോട്ടുകൾ എല്ലാം നോക്കിയിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഈ ടെർമിനലിൽ യാത്രക്കാർക്ക് ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഒരുപാട് ഇരിപ്പിടങ്ങൾ, സിമെൻറ്റിനെ കൊണ്ട് ഉണ്ടാക്കിയ കുറേ ഇരിപ്പിടങ്ങളും കൂടി ഉണ്ട്. ദൂരെ കടൽ ബീച്ചാണ്. പിന്നെ ഇടയ്ക്കിടെ തുരുത്തുകൾ. അതിമനോഹരമായ ഈ കാഴ്ച നമുക്ക് ഇവിടെയല്ലാതെ മറ്റൊരിടത്ത് കാണാൻ പറ്റില്ല. ദൂരെ കണ്ടൽക്കാടുകളുടെ ഒരു ചെറിയ ഒരു ഭംഗിയുള്ള മറ്റൊരു സ്ഥലമുണ്ട്. അവിടെ ഈ സ്പീഡ് ബോട്ടിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമുക്ക് കായലിൽ വളരെ അടുത്തടുത്തായി ഒരുപാട് തുരുത്തുകൾ കാണാം. പിന്നെ കുറേ തെങ്ങിൻ തോപ്പുകൾ, ജെട്ടികൾ എല്ലാം മനോഹരമായ കാഴ്ച തന്നെ. കണ്ടൽക്കാടുകൾ നിറഞ്ഞ മറ്റൊരു സ്ഥലമുണ്ട്.
അവിടെ നമുക്ക് വെള്ളത്തിലൂടെ കണ്ടൽ കാടുകൾക്കിടയിലൂടെ നടക്കാം. അവിടെ കയാക്കിങ്ങും ചെറിയ ചെറിയ ബോട്ടുകളും കൂടെ ഉണ്ട്. പക്ഷേ അവിടെ പോകണമെങ്കിൽ സ്പീഡ് ബോട്ടിൽ 800 രൂപ കൊടുക്കണം ഒരാൾക്ക്. സമയം വളരെ വൈകിയതുകൊണ്ടും കുറച്ച് തിരക്കുള്ളതുകൊണ്ടും അവിടെ പോകാൻ സമയം കിട്ടിയില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം എന്തായാലും പോകും. അവിടെ പോയില്ലെങ്കിൽ വലിയൊരു നഷ്ടമാകും എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. കായലിൽ നിന്ന് വരുന്ന ഇളം കാറ്റ്, ചുറ്റിലും മനോഹരമായ ദൃശ്യങ്ങൾ ഒക്കെ കണ്ട് നമ്മൾ മറ്റൊരു ലോകത്തിൽ എത്തിയതുപോലെ തോന്നും. അവിടെ ഇരുന്ന് എഴുന്നേൽക്കാൻ പോലും മനസ്സ് മടിക്കും. അത്രയും വൈബാണ് ഈ സ്ഥലത്ത് ഇരിക്കാൻ. ഇങ്ങനെയൊരു സ്ഥലത്തിനെ പറ്റി വൈകിയാണ് അറിഞ്ഞത്. ഞാൻ വന്നിട്ടുള്ള കണ്ടിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും മനോഹരമായ സ്ഥലം തന്നെയാണ് ഇത്. നിങ്ങൾ ഒരു ടൂറിസത്തിൻ്റെ മൂഡിലാണെങ്കിൽ ഇവിടെ പയ്യന്നൂരിൽ നിന്ന് 3-4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടെ എന്തായാലും വരിക, ഇത് ആസ്വദിക്കുക. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ആഹാരത്തിനെ പറ്റി ആകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നല്ല പുഴ മത്സ്യങ്ങൾ കിട്ടുന്ന ഹോട്ടലുകളും പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലുകളും ഒക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. തിരിച്ചു വരാൻ എപ്പോഴും സൈഡിലായി നിർത്തിയിരിക്കുന്ന ഓട്ടോറിക്ഷകളും പിന്നെ ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരവും വളരെ അടുത്താണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പ്രകൃതി ഭംഗി കാണാൻ എല്ലാവരും വരണം. ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ അടുത്ത് തന്നെ വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.